أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشر والتعسير وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير. ورضي الله تعالى عن القطب المكتوم والبرزخ المختوم الخاتم المحمدي المعلوم أبي العباس أحمد بن محمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدميه وفقرائه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بحق الحبيب الأعظم والرسول الأكرم سيدنا المصطفى محمد صلى الله عليه وسلم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ തിജാനിയ സാദാത്യങ്ങളെ, ഫുഖറാക്കളെ, മുഖദ്ദമീങ്ങളെ, ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട അൽ അല്ലാമത്തുൽ ആരിഫു ബില്ലാ സയ്യിദി മുഹമ്മദ് അൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ, ഖുസ്തുസ് സബീൽ, അതുപോലെ വഫസ്ലുൽ മഖാൽ എന്നീ രണ്ട് ഗ്രന്ഥങ്ങളുടെ പഠന പരമ്പരയുടെ 19ാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 3 ദർസുകളിലായി പരിശുദ്ധ തിജാനിയത്തിൻ്റെ 5 വിഭാഗങ്ങളിലായി വിഭാഗീകരിക്കപ്പെട്ട നിബന്ധനകളിൽ ആദ്യത്തെ വിഭാഗമായ ഷെയ്ഖും മുരീദും തമ്മിലുള്ള സവിശേഷ ബന്ധം, അതിന് നിദാനമായ നിബന്ധനകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിലെ 2ാമത്തെ നിബന്ധനയാണ് 3 ദർസുകളിലായി നമ്മൾ തുടർന്നു വരുന്നത്. ഇന്നും ആ ഒരു നിബന്ധന തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട നിബന്ധന തന്നെയാണ് നമ്മൾ ഇതിലും ആവർത്തിക്കുന്നത്. കൂടുതൽ അറിയാൻ ഉദ്ദേശിക്കുന്നവര്, വ്യക്തമാവാൻ ഉദ്ദേശിക്കുന്നവര് ആവർത്തിച്ച് കേട്ടാൽ മതി. കഴിഞ്ഞ 16, 17, 18 ദർസുകൾ നമ്മൾ പറഞ്ഞു വന്നത്, സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അനുമതി നൽകിയ മഹാത്മാക്കളിലേക്ക് മാത്രമായി സിയാറത്തിനെ ചുരുക്കണം. ഇതാണ് 2ാമത്തെ നിബന്ധന. ആർക്കാണിത് ബാധകം? തിജാനികൾക്ക് മാത്രമാണ് ഇത് ബാധകം, അല്ലാതെ പൊതു മുസ്ലിമീങ്ങളോടുള്ള കൽപ്പനയല്ല. ഇത് ശറഇലെ ഫർദോ ഹറാമോ കറാഹത്തോ സുന്നത്തോ ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല നമ്മളെ തിജാനിയ ത്വരീഖത്തിലെ ഈ നിബന്ധന, മറിച്ച് മൻ എന്ന ബാബിലൂടെയാണ്. ഇത് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ, അവര് പ്രത്യേകിച്ചും ഒരു ത്വരീഖത്തിന്റെ നിബന്ധനകളെ കുറിച്ചൊക്കെ ഒരാൾ പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോവും. മനസ്സിലായ? ആ ത്വരീഖത്തിന്റെ നിബന്ധനകൾ അതിൻ്റെ അഹ്ലുകാർക്കാണ് മനസ്സിലാവുക, അവരാ സാങ്കേതിക പ്രയോഗങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. നമ്മളെ ചർച്ച പൊതു മുസ്ലിമീങ്ങൾക്കുള്ള വിഷയമല്ല, തിജാനികളായ ഫുഖറാക്കൾക്ക്, ആ ത്വരീഖത്തിന്റെ അഹ്ലുകാർക്ക് സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു സിയാറത്തിന്റെ വിഷയത്തിൽ മഹാനവർകൾ അമ്പിയാക്കളെയും സ്വഹാബികളെയും നമ്മളെ ത്വരീഖത്തിൽപ്പെട്ട മഹാത്മാക്കളെയും മാത്രമാക്കിയിട്ട് എല്ലാ നിലയ്ക്കുമുള്ള സിയാറത്തിനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും, അഥവാ അള്ളാഹുവിനെ വജിഹിനെ കാംക്ഷിച്ച് ആഖിറത്തിനെ, ദുനിയാവിനെ പരിത്യജിക്കാൻ, ആഖിറത്തിലേക്ക് അടുക്കാൻ, അവർക്ക് വേണ്ടി ദുആ ഇരക്കാൻ, അവരോട് ഇസ്തിഗാസ ചെയ്യാൻ, തവസ്സുൽ, തബറുക്ക്, ഇസ്തിശ്വാ, ഇസ്തിംദാദ്, എല്ലാ ഇനത്തിൽപ്പെട്ട സിയാറത്തിന്റെ ബാബിൽ വരുന്ന എല്ലാ ഇനങ്ങളും നമുക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഏതൊക്കെ മഹാത്മാക്കളുമായി ബന്ധപ്പെടാൻ മാത്രമാണ്? അമ്പിയാക്കൾ,
സഹാബത്ത്, തിജാനി മഹാത്മാക്കൾ. ഇതല്ലാത്ത ഔലിയാക്കളെ സന്ദർശിക്കുന്നതിൽ നിന്നും നിരുപാധികം തടഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിക്കട്ടെ പ്രതീക്ഷിക്കാതിരിക്കട്ടെ, ഒരു നിലയ്ക്കും സിയാറത്ത് ചെയ്യാൻ, മറ്റു മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ എന്താവുന്നില്ല, അനുമതി നൽകിയിട്ടില്ല. ഇതാണ് നമ്മളെ വിഷയം. മനസ്സിലായില്ലേ? എന്നാൽ ത്വരീഖത്തിനെ കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ ഈ നിയമത്തിൽ എന്തായിട്ടുണ്ട്, ചില തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുകയും മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ പരിശുദ്ധ തിജാനിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ത്വരീഖത്തിന് പുറത്തുള്ളവരും ഈ നിബന്ധനയെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കാതെ എതിർപ്പിന്റെ വാതിലുകളിലൂടെ കയറി വന്നിട്ട് പരിശുദ്ധ തിജാനിയത്തിനെ എതിർക്കാനും തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. സിയാറത്ത് ചെയ്യുന്നില്ല തിജാനികൾ എന്ന വാദം, അതായത് വഹാബികള്, പണ്ടത്തെ വഹാബികള് സിയാറത്ത് തീരെ ചെയ്യൂല. ഇപ്പോഴത്തെ വഹാബികള് സിയാറത്ത് ചെയ്യാം, ഇസ്തിഗാസ, തവസ്സുല് അങ്ങനെ പറ്റൂല, ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു രൂപമാണ് തിജാനികള് പറയുന്നതല്ല, ഒരു ബന്ധമില്ല. നമ്മൾ എന്താ പറഞ്ഞത്? സിയാറത്ത് സുന്നത്ത് തന്നെയാണ്. തിജാനികളല്ലാത്തവർ നിർബന്ധമായും എല്ലാ മഹാത്മാക്കളെയും സിയാറത്ത് ചെയ്യണം. അതായത് തിജാനികളല്ലാത്ത സാധാരണക്കാർ, മറ്റു ത്വരീഖത്തിൽപ്പെട്ട മശായിഖുമാര്, അവരെ മുരീദുമാരെ തടഞ്ഞിട്ടുള്ള തർബിയത്തിന്റെ മുരീദുമാരാണെങ്കിൽ അവർക്കും അവര് ഷെയ്ഖ് അനുവദിച്ചവരിലേക്ക് മാത്രമായി സിയാറത്തിനെ പരിമിതപ്പെടുത്തണം. നമ്മളെ ഷെയ്ഖ് ഇതേപോലെ എല്ലാ ഔലിയാക്കളെയും സിയാറത്ത് ചെയ്യാൻ അനുമതിയില്ല. അമ്പിയാക്കൾ, സ്വഹാബത്ത്, തിജാനി മഹാത്മാക്കളിലേക്ക് മാത്രമായി സിയാറത്തിനെ പരിമിതപ്പെടുത്തണം എന്ന വിഷയമാണ് ചർച്ച. അല്ലാതെ വഹാബികൾ പറയും പോലെ ഷിർക്കോ കുഫറോ ബിദഅത്തോ അതൊന്നും അല്ല. അദബ്. എന്തുകൊണ്ട്? നമുക്ക് നമ്മളെ ഷെയ്ഖ് മതി, നമ്മളെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾക്കറിയാം നമുക്ക് ഖൈറിന്റെ ബാബ് ഏതൊക്കെ വഴിയാണെന്ന്. ആ ബാബുമായി ബന്ധപ്പെടാനേ മഹാനവർകൾ അനുമതി നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായല്ലോ? ഇതാണ് വിഷയം. അപ്പൊ ഇത് തിരിച്ചറിയാത്ത കുറെ ആൾക്കാര് ഇത് വഹാബിസമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മളിത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന എന്ത്? നമ്മളെ വിഷയം വഹാബികൾക്ക് മറുപടിയില്ല. ഈ പൊട്ടന്മാരൊക്കെ മറുപടി കൊടുക്കുക. രണ്ട് ജാഹിലുകൾക്ക് മറുപടി കൊടുക്കാൻ ശ്രമിച്ചാല് നമ്മൾ അവരായി പോകും. രണ്ടു തരം ജാഹിലുകൾക്ക് മറുപടി കൊടുക്കാൻ ശ്രമിച്ചാല് നമ്മൾ അവരായി പോകും. ഒന്നേന്നറിയോ? യുക്തിവാദികൾ. മറ്റൊന്നേതാണ്? വഹാബികൾ. ഈ രണ്ട് വിഭാഗത്തിനും സത്യം എന്ന ഒന്നില്ല. നല്ല ശ്രദ്ധിക്കണം. അങ്ങനെ സത്യം എന്ന് പറയണ ഒന്നില്ല. അവർ സ്വീകരിക്കണമെങ്കിൽ അവര് നിൽക്കുന്ന തീട്ടക്കുഴിയിലേക്ക് നമ്മൾ ഇറങ്ങണം. മനസ്സിലായ? എന്നിട്ട് അവർ സ്വീകരിക്കുന്ന തെളിവുകൾ തന്നെ പറയണം. ഒരു യുക്തിവാദിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ പറഞ്ഞാൽ സ്വീകരിക്കോ? സുന്നത്ത് പറഞ്ഞാൽ സ്വീകരിക്കോ? അനുഭവം പറഞ്ഞാൽ സ്വീകരിക്കോ? ഒന്നും സ്വീകരിക്കില്ല. പിന്നെ അവന് എന്താ പിന്നെ സ്വീകരിക്കുക? അവൻ സ്വീകരിക്കുന്നത് എന്താണ്? സത്യവും അല്ല. അന്ധവിശ്വാസത്തിൽ മതങ്ങൾ തോറ്റുപോകും. അന്ധവിശ്വാസം തന്നെ തെളിവില്ലാതെ നമ്മളെ മുൻഗാമികളും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മഹാത്മാക്കളും പറഞ്ഞു തരുന്നത് കാണാതെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ മതത്തിന്റെ ശൈലി. ഓക്കെ, ഇതിൽ തെളിവൊന്നും നമ്മൾ നോക്കൂല. സത്യസന്ധനായ, നീതിനിഷ്ഠരായ സാധാരണ മനുഷ്യരല്ല എന്ന് തെളിയപ്പെട്ട മഹാത്മാക്കൾ നമ്മൾ കാണാത്ത ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ യാതൊരു തെളിവും ഇല്ലാതെ നമ്മൾ അങ്ങ് സ്വീകരിക്കും. ഇതിനെ ഇവര് പരിഹസിക്കും. എന്നാ നേരെ ചൊവ്വെ കുളിക്കാത്ത, വൃത്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത, വിഡ്ഢിത്തങ്ങൾ പരസ്പരം ആരോപിക്കപ്പെടുന്ന ഒരു വിഭാഗം യാതൊരു തെളിവുമില്ലാതെ
ഒരു തെളിവുമില്ലാതെ ഊഹം വെച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചിട്ട് അതെന്താക്കുക, അതാണ് സത്യമെന്ന് സ്ഥിരപ്പെടുത്തി അന്ധമായി വിശ്വസിക്കുന്ന വിഭാഗമാണ് ആര്? യുക്തിവാദികൾ. നമ്മളെ മുസ്ലിമീങ്ങൾക്ക് എന്ത് പറ്റി? നമ്മളെ ആലിമീങ്ങൾക്ക് എന്ത് പറ്റി? ആലിമിനെ മുത്തഅല്ലിമീങ്ങൾക്ക് എന്ത് പറ്റി? ഇവർക്ക് ഭ്രാന്തുണ്ടാകും. നിങ്ങളെ നമ്മൾ പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട്, വളരെ വളരെ നമുക്ക് വിവരമില്ല, സമ്മതിച്ചു. ഓക്കെ, അത് നമ്മൾ ഇൽമിന്റെ മുസ്ലിമീങ്ങൾക്ക് വിവരമില്ല, സമ്മതിക്കുന്ന ഒരു കാര്യം. നിങ്ങളെ തിയറികൾ ഏതെങ്കിലും ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ മനുഷ്യന്റെ സാമാന്യ യുക്തി അംഗീകരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒന്ന് തെളിയിച്ചു തരാൻ പറ്റുമോ? ഉദാഹരണം, ലോകമുണ്ടായത് എങ്ങനെ? മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറയണം. അത് മാത്രം പോരാ, അത് സകല മനുഷ്യരും അംഗീകരിക്കുന്ന തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തണം. എന്തും ഭൂമി ഉരുണ്ടതാണെന്ന് ആ രൂപത്തിൽ തെളിയിക്കണം. ഏറ്റവും നിസ്സാരമായവരാ യുക്തിവാദികൾ ആദ്യ രംഗപ്രവേശത്തിൽ ഒരു വലിയ വാദം ഭൂമി ഉരുണ്ടതാണെന്നുള്ളതാണ്. നമ്മൾ നോക്കിയൊക്കെ പരന്ന വാദികളെ മുന്നിൽ തെളിയിക്കാൻ കഴിയാതെ ഇപ്പൊ അവര് നമ്മൾ മുസ്ലിമീങ്ങളെ പറയൂല, ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഫലമില്ല എന്ന് പറയുന്നത് പോലെയാണ് പരന്ന ഭൂമിക്കാരെ മുന്നിൽ വെച്ച് ഉരുണ്ട വാദക്കാര് പറയുന്നതെന്നറിയാം, ഫലമില്ല. അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എത്ര തെളിവ് കൊടുത്തിട്ടും അവർ സ്വീകരിക്കുന്നില്ല. ഇതല്ലേ നമ്മളും പറയുന്ന, നമ്മൾ എത്ര തെളിവ് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കൂലല്ലോ, അതേപോലെ സ്വീകരിക്കല്ല. ഇവരെ മുന്നിൽ ഓടയാണ് ആര്? എന്തുകൊണ്ട്? ഇവരെന്ത് ചോദിച്ചാലും പരന്ന ഭൂമിക്കാര് തിരിച്ച് 100 ചോദ്യങ്ങളാണ്, ആ ചോദ്യത്തിന് ഉത്തരമില്ല, അതുപോലും സമർത്ഥിക്കാൻ കഴിയണില്ല. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട പോലെ സംസാരിക്കും. അല്ല, ഇതിനൊന്നും ഒരു തെളിവൊന്നും വേണ്ടേ? കോടിയില്ലാത്ത ഇവരെ ഏതെങ്കിലും ഒരു കഥ കണ്ടിട്ടുണ്ടാവും? കോടിയിൽ കുറഞ്ഞ, നമുക്ക് ആദം നബി അലൈഹി സ്വലാം 7000 വർഷം, ഇവർക്ക് നിയാണ്ടർത്താൽ ഹോമോസാപ്പിന് കോടിക്കണക്കിന് വർഷം. നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റുമോ? അഥവാ തെളിയിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുന്നേ ഉള്ള കുറെ കാലഗണന അല്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും, അത് കാർബൺ ഡേറ്റിംഗ് അല്ല, അത് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും? അല്ല, അങ്ങനെയല്ല, അത് ഏകദേശം ഒരു അങ്ങനെയാണ്. അതിന്റെ കഥ അങ്ങ് പഠിച്ചു നോക്കി, അത് നമ്മളെ ഒലക്കെടുത്തിട്ട് അടിക്കണമെന്ന് തോന്നിപ്പോവും. കാരണം ഈ ഒരു സംഭവത്തിന്റെ ഇവര് കാലനിർണയത്തിന്റെ തെളിവ് പഠിച്ചാല് നമ്മൾ ഒലക്കെടുത്തിട്ട് അടിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായ? നിങ്ങൾ പഠിച്ചു നോക്കിയോക്ക്, ഒരു ഉറപ്പുമില്ലാത്ത കാലഗണനയാണ് ഈ സംഭവത്തിലൂടെ കിട്ടണത്. ഇങ്ങനെ ഓരോന്നും പഠിക്കുമ്പോൾ, എടാ ഭ്രാന്തന്മാരെ, സത്യത്തിൽ നിങ്ങൾക്കാ ഭ്രാന്ത്, നമുക്കാ ഭ്രാന്ത് എന്ന് ചിന്തിക്കോ? ഇങ്ങനെയുള്ള യുക്തിവാദി പൊട്ടന്മാരാ, അതാണ് അന്താരാഷ്ട്ര പ്രശ്നമെന്ന് പറഞ്ഞ് ഇന്ന് ദീനിന്റെ മതമേഖലകളിൽ മൊത്തം ചർച്ച യുക്തിവാദികൾ. ആകെ പ്രശ്നം. ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോ അതിലെ വിഷയം എന്നറിയാം, കാര്യമായിട്ട് ഒരു സംഘടനേന്റെ സമ്മേളനമാണ്. അതിൽ ചർച്ച, ഒരു ഫുലാൻ പറയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് ഈമാൻ എന്നുള്ളത് ഒരു അപകർഷതാബോധമായി മാറിയിട്ടുണ്ടെന്ന്. എന്ത് പറഞ്ഞ? എങ്ങനെ ഈമാൻ കൊണ്ട് നടക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാമിക വിശ്വാസമൊക്കെ എന്തോ ഒരു കുറഞ്ഞ വിശ്വാസം പോലെ തോന്നിയിട്ടുണ്ട്. കാരണം പിന്നെ പുതിയ കണ്ടെത്തലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട. എന്ത് കണ്ടെത്തലെന്ന്? ഇത് പറയണത് ദീനുമായി ബന്ധമില്ലാത്തവരല്ല,
ദീൻ പഠിപ്പിച്ചു കൊടുക്കണ മൊയ്യന്മാരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. നിങ്ങൾ വേണ്ട വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദീനിന്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ചോദ്യമാണല്ല, നിങ്ങൾ ഈ ശാസ്ത്ര വിഷയത്തിൽ തിരിച്ചടിച്ചു നോക്കിയേ, ചോദ്യം അങ്ങോട്ടൊരു 100 ഇട്ട് നോക്കിയേ, അപ്പൊ അറിയാം ഏറ്റവും വലിയ ഭ്രാന്തന്മാര് ആരാണെന്ന്. ഞാൻ വെറുതെ ഇല്ല, വെറുതെ നോക്കി നോക്ക്, അപ്പൊ അറിയാം ഇത്രയും വലിയ വട്ടന്മാര് വേറെ ഇല്ലാന്ന്. വെറും സമയം കളയലാണ് ശാസ്ത്ര സത്യങ്ങളെ വെച്ച് ദീനിനെ സ്ഥിരപ്പെടുത്താൻ നോക്കണത് പോലെ വിഡ്ഢിത്തം ലോകത്ത് വേറെ ഇല്ല. വെറും പറ്റിപ്പ് എന്ന് പറഞ്ഞാൽ വെറും പറ്റിപ്പ്. അതൊരു ഭാഗത്ത്. മറ്റൊരു വിഭാഗമാണ് ആര്? വഹാബികള്. അല്ലാ, ഇവന്മാർക്ക് ഖുർആൻ പറഞ്ഞ ഖുർആനിൽ തെളിവുണ്ടോ? ഖുർആൻ ഓതിക്കൊടുത്ത അതിന്റെ തഫ്സീർ കൊടുത്ത ഈ തഫ്സീറിൽ ഇന്ന ആയത്തിന് ഇന്ന അർത്ഥം എന്ന് ആര് പറഞ്ഞു? ഇന്ന മഹാൻ പറഞ്ഞു എന്ന് ഏത് പണ്ഡിതനാണ് ഇത് വെച്ച് തെളിവ് പിടിക്കാന്ന് പറഞ്ഞ? ആഹാ, അങ്ങനെയുണ്ട്. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു അംഗീകരിക്കോ? ഓ, അംഗീകരിക്കും. അപ്പൊ നമ്മൾ ഇന്ന പണ്ഡിതൻ ഇന്ന വിഷയത്തിൽ പറഞ്ഞാലോ അത് സ്വീകരിക്കാൻ പറ്റൂല. ഖുർആനിൽ തെളിവുണ്ടോ? അല്ലെ ഖുർആനിലെ തെളിവ് നമ്മളിപ്പോ പറഞ്ഞ, അല്ലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന് മുഫസ്സിരിങ്ങൾ അർത്ഥം പറയണം. മുഫസ്സിന്റെ അർത്ഥമാണ് പറഞ്ഞത്. ഏത് പണ്ഡിതൻ എങ്ങനെ പറഞ്ഞു? ഈ പണ്ഡിതനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അംഗീകരിക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഖുർആനിൽ തെളിവുണ്ടോ? ഇത് തന്നെ. ഇതൊക്കെ ഞാൻ ചിരിക്കാൻ പറയല്ലോ, ഇത് തന്നെ. ചുരുക്കി പറഞ്ഞ, നീ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞാൽ വലൻ തറുദ അങ്കൽ യഹൂദു വലൻ നസാറ വലൻ തറുദ അങ്കൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഇതാണ് അവരുടെ അവസ്ഥ. ജൂത നസാറാക്കള് ഒരിക്കലും നിങ്ങളെ തൃപ്തിപ്പെടില്ല. എപ്പോഴല്ലാതെ? അവരെ പിൻപറ്റിയാലല്ലാതെ. ഇത് എന്നെ ആരവസ്ഥ. എത്ര അവര് തെളിവ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ തെളിവ് കൊടുത്താലും അവരംഗീകരിക്കും. ഈ സാക്ഷാൽ ഇബ്നു തീമിയന്റെ തെളിവ് കൊണ്ട് കൊടുത്താൽ പോലും അംഗീകരിക്കില്ല. അവസാനം നമ്മൾ ആരായി മാറും? ഇവരൊന്ന് അംഗീകരിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തെളിവുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തി യഥാർത്ഥ തെളിവുകളൊന്നും നമുക്ക് പറ്റാതായി. മനസ്സിലാവണ ഭാഷ ഞാൻ ഒന്ന് പറയാം. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ഉണ്ടോ? ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ലൈറ്റ് ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കണമല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എടാ, ലൈറ്റിന് ശബ്ദമുണ്ട്. ശബ്ദം എവിടെ? ശബ്ദമുണ്ട്. ഉറപ്പാണോ? ശബ്ദമുണ്ട്. ശബ്ദം കേട്ടാൽ ഇവിടെ ലൈറ്റ് ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കും, വഹാബി. പിന്നെ സുന്നീന്റെ അടുത്ത പ്രശ്നം എന്തെന്നറിയോ? ലൈറ്റിന് എങ്ങനെ ശബ്ദമുണ്ടെന്ന് തെളിയിക്കാം? എന്താ വഴി? മോനെ, ലൈറ്റ് കണ്ണുകൊണ്ട് കണ്ടാൽ തെളിയണത് അങ്ങനെയല്ല ഇവന്. നമുക്കത് തെളിയിച്ചു കൊടുക്കണ്ടേ? അവരംഗീകരിക്കുന്ന തെളിവ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവന് തന്നെ സംശയം, ലൈറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായ? ഇങ്ങനെ നമ്മൾ ആരായി മാറും? ഈ രണ്ട് ഭ്രാന്തന്മാരടുത്തും. അതുകൊണ്ടാണ് സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും തെളിവ് പറയുമ്പോൾ എതിരാളിക്ക് ഉൾക്കൊള്ളുന്ന തെളിവിന് അനുസരിച്ചിട്ട് നീങ്ങാൻ നിൽക്കരുത്. നമ്മളെ തെളിവിലേക്ക് വാന്ന് പറയണം. എങ്ങനെ? അപ്പൊ അറിയാം. എങ്ങനെ? ഇങ്ങോട്ട്. അതാണ് അമ്പിയാക്കളെ ശൈലി. എന്താണ്? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. അതാണ്. എന്താ ഈ ഹിക്മ? പരിശുദ്ധ ഖുർആനും സുന്നത്തും. തഫ്സീർ നോക്കി. യുക്തിവാദികളെ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. മുശ്രിക്കീങ്ങളെ വിളിക്കേണ്ടത് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. അല്ലാതെ അവരെ തെളിവ് വെച്ചിട്ടൊക്കെ സംസാരിക്കാൻ പോയാ മനസ്സിലായ? ഇതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാല്, നമ്മൾ എന്ത് വിഷയം സ്ഥിരപ്പെടുത്തുമ്പോഴും എതിരാളി അംഗീകരിക്കുന്ന തെളിവുകളെയും തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ ബുദ്ധിയിലേക്ക് താഴ്ന്നു പോകും.
അങ്ങനെയല്ല, അവരെ നമ്മളെ ബുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ നമ്മളെ ഇവിടെ ഇത് ഇത്രയും പറഞ്ഞു വേണ്ട എന്തെന്ന് പറഞ്ഞാൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വഹാബികൾക്ക് മറുപടി പറയാൻ നിൽക്കരുത് കേട്ടാ. അവരിങ്ങോട്ട് കയറി വരട്ട്, അപ്പൊ അവർക്ക് ഉൾക്കൊണ്ടോളും. ഇപ്പൊ നമ്മളെ വിഷയം എന്തേ ഉള്ളൂ, രണ്ട് വിഭാഗമാണ്. ആര്? നമ്മളെ ഉസൂലുകൾ അംഗീകരിക്കുന്ന എതിരാളികൾ നമ്മുടെ മുന്നിലുണ്ട് ഈ വിഷയത്തിൽ. ഏത് വിഷയത്തിൽ? നമ്മളെ തിജാനിയത്തിലെ ഏറ്റവും വിവാദമായ ഈ വിഷയത്തിൽ. ഒന്ന് ആര്? നമ്മളെ ത്വരീഖത്തിൽപ്പെട്ട നമ്മുടെ ഇഖ്വാനിയങ്ങൾ എന്നറിയപ്പെടുന്ന കുറെ ആൾക്കാർ ഈ ഷർത്തുകൾക്ക് കുറച്ച് മാറ്റം വരുത്തി. മറ്റൊരു വിഭാഗം എല്ലാ ത്വരീഖത്തുകളെയും അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾ അംഗീകരിക്കുന്ന സുന്നികൾ എന്ന് പറയുന്നവര് ഈ ഷർത്തിനെ എന്താകുന്നു, വഹാബിസത്തെ പോലെ താരതമ്യം ചെയ്യാൻ നോക്കുന്നു. ഇത് രണ്ടു പേർക്ക് മറുപടി കൊടുക്കണം. നമ്മൾ പറഞ്ഞത് ആദ്യം ഹാഫിദ് തിജാനി തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എതിരാളികളെ ഇല്ല, ത്വരീഖത്തിന്റെ അകത്ത് തന്നെ ഇതിന് മാറ്റം വരുത്തിയവർക്ക് ശരിയാക്കാനുള്ള ശ്രമമാണ് എവിടെ നടത്തിയിട്ടുള്ളത്? ഫസ്ലുൽ മഖാലിൽ. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഇന്നത്തെ ദർസിൽ. എന്നാൽ അതിനുശേഷം നമ്മൾ മറ്റു വിഭാഗത്തിനും കൂടി മറുപടി കൊടുക്കും. കാരണം ഇതിലൊരു വിഭാഗമുണ്ട്, തസവൂഫിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. ഒരു വിഭാഗം ഉണ്ടത് ഒരു ധാരണയില്ല. എന്നിട്ടോ അവരെ വിചാരം ഞങ്ങൾ തസവൂഫില്, ഞങ്ങളെ പണ്ഡിതന്മാര്, നമ്മളെ മുഷാവറ തസവൂഫില് ഉന്നത ദർജയിലാണ്. എന്നിട്ട് ത്വരീഖത്തിന്റെ നിബന്ധനകളാണ്, അള്ളാഹുവിന്റെ ഹക്കായ ഔലിയാക്കളെ ത്വരീഖത്തിന്റെ നിബന്ധനകളെ ചോദ്യം ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ കാല അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ, അവർക്കും നമ്മൾ അംഗീകരിക്കുമെന്നൊന്നും അറിയില്ല ഹബീബ്, അള്ളാഹു അല്ല. പക്ഷേ നമുക്ക് നമ്മുടെ നിലപാടിന്റെ സാധുത തെളിയിച്ച് കൊടുക്കണമല്ലോ, അതിനുവേണ്ടി മാത്രം. വേണമെങ്കിൽ എന്തായാലും നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു തആല അൻഹു തങ്ങള് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് വിഷയത്തിന്റെ മർമ്മം? പരിശുദ്ധ തിജാനിയത്തിലെ സിയാറയുമായി ബന്ധപ്പെട്ട് ത്വരീഖത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, ശ്രദ്ധിക്കണേ, ഒരു വിഭാഗം ആൾക്കാര് സിയാറത്ത് അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കളും സ്വഹാബത്തും തിജാനികളും അല്ലാത്തവരെ ഒരു നിലയ്ക്കും സിയാറത്ത് ചെയ്യരുത് എന്നുള്ളതാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെയല്ല, മറ്റ് മഹാത്മാക്കളെയും സിയാറത്ത് ചെയ്യാം. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. അവരോടൊന്ന് യാതൊന്നും ചോദിക്കാതിരുന്നാൽ മതി, അവരോട് യാതൊന്നും ചോദിക്കാതിരുന്നാൽ മതി, സിയാറത്ത് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല എന്ന് അവര് വാദിച്ചു. അപ്പം തിജാനികള് ഇന്ന് ഹക്കായ തിജാനികളും ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ച ആൾക്കാർ ഇങ്ങനെ രണ്ടായിട്ടുണ്ട്, തിജാനിയത്തിലേക്ക് ചേർക്കപ്പെടുന്നവര്. ശ്രദ്ധിക്കണം, നമ്മളെ വാദം എന്താണ്? പാരമ്പര്യ തിജാനികളെ വാദം എന്താണ്? അമ്പിയാക്കൾ, സ്വഹാബത്ത്, തിജാനികൾ അല്ലാത്ത ഔലിയാക്കളെ ഒരു നിലയ്ക്കും അള്ളാഹുവിന്റെ വജീനെ കരുതി പോലും സിയാറത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവരെ വാദം എന്താണ്? അമ്പിയാക്കൾ, സ്വഹാബത്ത്, തിജാനികളെ എല്ലാ നിലയ്ക്കും സിയാറത്ത് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഔലിയാക്കളെ അള്ളാഹുവിന്റെ വജീന് വേണ്ടി സിയാറത്ത് ചെയ്യാം, അവരോട് യാതൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ മതി. ഇതാണ് വാദം. കണ്ട സംഭവം ചെറിയ നിസ്സാരമായ ഒരു വിഷയല്ലേ? പക്ഷെ നിസ്സാരമല്ല, അവിടേക്കാണ് പോണത്. ഓക്കെ, ഇതില് ഇവർക്കൊരു തെളിവുണ്ട്. ആർക്ക് നമ്മളെ ഇത് നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കാര്യമായിട്ട് ഈ വാദമുള്ളത് ഇന്യാസികളാണ്. ഇന്യാസി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സാഹിബുൽ ഫൈദ ഇബ്രാഹിം ഇനിയാസുൽ കൗലഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്ന വിഭാഗം.
ബഹുഭൂരിപക്ഷത്തിനും ഈ വാദമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്യാസികൾ എന്ന് പറയാം. അവര് മാത്രമല്ല, അങ്ങനെ ഉള്ള കുറെ പേർക്ക് ഈ വാദമുണ്ട്. ഓക്കെ, ഈ കാര്യമായിട്ട് ഈ വാദമുള്ള ആരെന്നറിയാമോ? പഠിച്ച് ഒരുപാട് ശിഷ്യഗണങ്ങൾ അങ്ങ് കൂടുമ്പോൾ സയ്യിദി അഹമ്മദ് തിജാനി തങ്ങളുടെ നിലപാടില് ഒതുങ്ങി നിൽക്കാതെ സ്വന്തം ഗവേഷണങ്ങൾ നടത്തി സ്വന്തം ഇജ്തിഹാദ് ത്വരീഖത്തിൽ വാദിച്ചുകൊണ്ട് തൻ്റെതായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന കുറെ പേര്, അവർക്കൊക്കെ ഏകദേശം ഈ സ്വഭാവം ഉണ്ട്. ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, തിജാനികൾ സിയാറത്തിന്റെ എല്ലാ ഇനങ്ങളും അംഗീകരിക്കും. അഹ്ലു സുന്ന അംഗീകരിച്ച എല്ലാ ഇനങ്ങളും അംഗീകരിക്കും. പക്ഷേ നമുക്ക് തിജാനികൾക്ക് അത് ആരോട്, എല്ലാ ഇനങ്ങളും ആരോടെ പറ്റൂ? അമ്പിയാക്കൾ, സഹാബ, തിജാനികൾ. ഓക്കെ, അപ്പോ ഇവരെ തെളിവെന്താണ്? ശരി, ഇതിന് തെളിവ് വേണ്ടേ? എന്താ ത്വരീഖത്തല്ലേ നിങ്ങൾ സംസാരിക്കുന്ന? തെളിവ് എവിടെ? തെളിവ് ജവാഹിറുൽ മആനിയിലുണ്ട് എന്നാണ് ഇവരുടെ വാദം. എന്താണ്? ശ്രദ്ധിക്കണം. എന്താണ് ജവാഹിറുൽ? ഏതാ ജവാഹിർ? പരിശുദ്ധ തിജാനിയത്തിന്റെ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന മഹത്തായ ഗ്രന്ഥം, അതാണ് ജവാഹിറുൽ മആനി. അതിലുണ്ട് സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ വഫാത്തായ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ വജീനെ കാംക്ഷിച്ച് ചെയ്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ശ്രദ്ധിക്കണേ, എന്ത്? ജവാഹിറുൽ മആനിയിലുണ്ട്. എന്താ ഉള്ളത്? വഫാത്തായ മഹാത്മാക്കളെ അള്ളാഹുവിന്റെ വജീനെ കാംക്ഷിച്ച് നിങ്ങൾ എന്താക്കിക്കോ, സിയാറത്ത് ചെയ്തോ എന്ന് വ്യക്തമായി ആര് പറയുന്നു? അതാണ് ഇവരെ തെളിവ്. അപ്പൊ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ചോദിക്കില്ല, ജവാഹിറുൽ മആനി അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, അതിൽ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എങ്ങനെ പറയും അള്ളാഹുവിന്റെ വജീനെ കാംക്ഷിച്ചു പോലും മറ്റു മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്? അതിന് മറുപടി വേണ്ടേ? മഹാൻ പറയും. ആര്? മുഹമ്മദുൽ ഹാഫിദ് തിജാനി. നിങ്ങൾ മനസ്സിലാക്കുക, അന്ന ശൈഖ റളിയല്ലാഹു തആല അൻഹു അജാസ ഫി അവ്വലി അംരിഹി. സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആദ്യം നമ്മളെ ത്വരീഖത്തിന്റെ തുടക്കത്തില്, ത്വരീഖത്തുമായി ബന്ധപ്പെട്ട തുടക്കത്തില്, തങ്ങളെ ത്വരീഖത്തിന്റെ തുടക്കത്തിൽ മഹാനവറുകൾ അനുവദിച്ചിരുന്നു സിയാറത്തൽ ഔലിയാഇ അൽ അംവാതി, മരണപ്പെട്ട ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു തുടക്കത്തിൽ. ലിൽ അസ്ഹാബി, ആർക്ക്? തങ്ങളെ അനുചരന്മാർക്ക്. കണ്ട, ബിഗൈരി ഖസ്ദി ഇന്തിഫാഇ മിൻ തഅല്ലുഖിൻ വതബറുകിൻ വനഹ്വിഹിമാ കമാ ഫിൽ ജവാഹിർ. പക്ഷെ അവിടെയും എന്ത് പാടില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്? യാതൊരു ഉപകാരത്തെയും തേടരുത്, ഉദ്ദേശിക്കരുത്. തബറുക്കോ തഅല്ലുക്കോ അഥവാ ബർക്കത്ത് എടുക്കാനോ ബന്ധം സ്ഥാപിക്കണമെന്നോ ഉദ്ദേശമില്ലാതെ, അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാതെ മരണപ്പെട്ട മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു. കമാഫിൽ ജവാഹിർ, ജവാഹിറുൽ മആനിയിൽ അങ്ങനെയാണുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത്? തങ്ങള് എന്താ പറഞ്ഞത്? സിയാറത്ത് അനുവദിക്കുന്നുണ്ടല്ലോ. ആര്? ഏത് ഔലിയാക്കളെ? അപ്പൊ ജീവിച്ചിരിക്കുന്നവരെയോ? ജീവിച്ചിരിക്കുന്നവരാ ഒരു നിലയ്ക്കും സിയാറത്ത് ചെയ്യാൻ സമ്മതമില്ല. സിയാറത്ത് ചെയ്യാൻ സമ്മതം ആരോട് മാത്രം? നല്ല ശ്രദ്ധിക്കുക. എങ്ങനെ? വഫാത്തായ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നിബന്ധന എന്ത്? അവരിൽ നിന്ന് യാതൊരു ഗുണവും പ്രതീക്ഷിക്കരുത്, അവരുമായി ആത്മീയ ബന്ധം വെക്കാൻ ഉദ്ദേശിക്കരുത്, അവരെ തബറുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കരുത്. അഥവാ അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വജീനെ കാംക്ഷിച്ച്
സിയാറത്ത് ചെയ്യാൻ ആര് കാര്യത്തിൽ മാത്രം സമ്മതം നൽകി? ഇങ്ങനെ ജവാഹിറിലുണ്ട്. അപ്പൊ ജവാഹിറിലുണ്ട് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ഒരു നിലയ്ക്കും പറ്റൂല എന്ന് ഇതിന്ന് കിട്ടിയല്ലോ. ആകെ വിഷയം ആർക്കുള്ള മാത്രമാണ്? വഫാത്തായവരെ തന്നെ ഇവരെ വാദപ്രകാരം അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടി മാത്രം. ഈ ഒരു രൂപം ആദ്യം തങ്ങൾ അനുമതി നൽകിയിരുന്നു. ഫസ്റ്റ് ത്വരീഖത്തിന്റെ തുടക്കത്തിൽ ബിഖിലാഫിൽ അഹ്യാ തങ്ങൾ ഹഫ്ദ് തിജാനി തങ്ങൾ പറയാണ്, എന്നാ ജീവിച്ചിരിക്കുന്നവരെ കാര്യം നേരെ എതിരാണ്. ഫഇന്നഹു, കാരണം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മനഅഹ, അവരെ സിയാറത്ത് ചെയ്യുന്നതിനെ തടഞ്ഞു. ബതാതൻ, തീരെ സിയാറത്ത് ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല, പരിപൂർണമായിട്ട് എന്തായി? തടഞ്ഞു. സവാഉൻ ഖസദ അശ്ശഖ്സു അൽ ഇന്തിഫാഅ ഔ ലം യഖ്സിദ്, അഥവാ ഈ സിയാറത്ത് ചെയ്യുന്ന വ്യക്തി ഉപകാരത്തെ ഉദ്ദേശിക്കട്ടെ ഉദ്ദേശിക്കാതിരിക്കട്ടെ, ജീവിച്ചിരിക്കുന്നവരെ തീരെ തന്നെ സിയാറത്ത് ചെയ്യാൻ ആര് സമ്മതം നൽകിയില്ല? കണ്ട, മരിച്ചവരെ മാത്രം അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ സിയാറത്ത് ചെയ്യാൻ തുടക്കത്തിൽ അനുമതി നൽകിയിരുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇവിടെ തർക്കമില്ല, അവരെ ഒരു നിലയ്ക്കും പറ്റൂല എന്നുള്ളത് കിട്ടിയല്ലോ. പിന്നെ ആകെ വിഷയം ഏത്? വഫാത്തായവര് അള്ളാഹുവിന്റെ വജീന് വേണ്ടിയിട്ട് ചെയ്യാം, അതാണല്ലോ ഇവര് തെളിവ് പറയുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ പറ്റൂല നിങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിക്കണം. അംഗീകരിക്കണമെന്ന് വന്ന വിഷയം എന്നതാ? കഴിഞ്ഞു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സയ്യിദ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു നിരോധിച്ചു. ബഅദു, ആദ്യ അനുമതി നൽകിയതിന് ശേഷം പിന്നീട് വഫാത്തായ മഹാത്മാക്കളെയും അൻ സിയാറത്തിൽ അംവാതി കദാലിക, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ തീരെ തന്നെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ മരിച്ചവരെയും ഒരു നിലയ്ക്കും സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന നിലയ്ക്ക് തങ്ങൾ തടഞ്ഞു. പിന്നീട് എന്തിനു വേണ്ടി? സദ്ദൻ ലിദ്ദരീഅ, ആപത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ട, അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ എന്താ സംഭവിച്ചത്? തുടക്കത്തിൽ പരിശുദ്ധ തിജാനിയത്തിന് പല കാര്യങ്ങളും തുടക്കത്തില് നിർബന്ധമല്ലാത്തത് പിന്നീട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതുപോലെ? വദീഫ, ജവാഹിറുൽ മാനിയിൽ നോക്ക്, സുന്നത്തേ ഉള്ളൂ എന്ന് കാണാം, നിർബന്ധമില്ല. നോക്കി നിങ്ങള്. അപ്പോ ഇവരെന്ത് ചെയ്യും? വദീഫ ഇനി മുതല്, അതുകൊണ്ടാണ് ഞങ്ങൾ വദീഫ ജമാഅത്തായിട്ട് ചൊല്ലാത്തത്. ബുദ്ധിമാനെ, ഇവരിൽ പലരും ജമാഅത്തായിട്ട് ചൊല്ലൂല. ഇപ്പോഴും പോയി നോക്കിയൊക്കെ, ഒരു നാട്ടിൽ ഒന്നിലധികം തിജാനികൾ ഉണ്ടെങ്കിൽ ജമാഅത്തിൽ ശ്രദ്ധയില്ല ഇവരിൽ പലർക്കും. ഇത് ഈ അഭിപ്രായം പിടിച്ചിട്ടാ? ചോദ്യമാണ്. ജവാഹർ മാനിയുടെ ഈ അഭിപ്രായം പിടിച്ചിട്ടാ? പറ, അത് പറ. കുറച്ച് കഴിഞ്ഞപ്പോ തങ്ങൾ എന്തായി? വദീഫ നിർബന്ധമാക്കി. വദീഫന്റെ പിന്നെ ഇത് നോക്കിയൊക്കെ, ഏത് അൽഫാദുകള് നോക്കിയൊക്കെ, നമ്മൾ ഈ ചൊല്ലണ ഇതല്ല, എണ്ണം തന്നെ വ്യത്യാസമുണ്ട്. 11 പറയുക. അതാണ് അത് ചൊല്ലും നമ്മള്. എന്തുകൊണ്ട്? അത് മുമ്പത്തെ മൻസൂഹായി, ആദ്യ നിയമമാണ്. ഇപ്പൊ അതിനെന്തില്ല? പ്രാബല്യമില്ല, ഉയർത്തപ്പെട്ട്. അപ്പോ ഫറുദല്ലാത്തത് പിന്നീട് ഫറുദാക്കി തിജാനിയത്തില്. അതേപോലെ നിരോധിക്കപ്പെടാത്ത കാര്യം പിന്നീട്, അങ്ങനെ മുന്നേ ചെയ്തതിനെ എടുത്തിട്ട് എങ്ങനെ തെളിവ് പിടിക്കുക? അതാണ് ഇവർക്ക് പറ്റിയത്. കണ്ട, അപ്പോ മഹാനവറുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ജവാഹിറുൽ മാനി തെളിവെടുക്കല്ലേ? ജവാഹിറുൽ മാനി നമ്മളെ പ്രഥമ ഗ്രന്ഥമാണ്. കാരണം എന്തുകൊണ്ട്? പ്രഥമ ഗ്രന്ഥമാണ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചാൽ നമ്മൾ അത് സമ്മതിക്കുന്നുണ്ട്. അതിലുള്ളതല്ലേ നമ്മൾ പറയാതെ, അതിലുള്ളതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കള്ള ആദ്യം അനുവദിച്ചിരുന്നു കുറച്ചു കാലം, അതിന് സമയബന്ധിതമാക്കി. അതിപ്പം പിടിച്ചിട്ട് നിങ്ങൾ കള്ളു കുടിക്കോ? മുശ്രിക്കീങ്ങളോട് നിങ്ങൾ നമ്മളെ പിന്നെ കാസിമി പറഞ്ഞോല,
മുശ്രിക്കീങ്ങളോട് ഒരു യുദ്ധം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുശ്രിക്കീങ്ങളോട് അങ്ങനെ ഇങ്ങനെ യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഭാഗം എടുത്ത് കാണിച്ചാല് വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ എന്ന ആയത്ത് വരലോടുകൂടി അതെല്ലാം എന്തായി? മൻസൂഖായി. അതിന് മുന്നേ പറഞ്ഞ ഇന്നാലിന്ന മാസങ്ങളിലെ യുദ്ധം ചെയ്യാവൂ, അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ യുദ്ധം ചെയ്യാവൂ, നിങ്ങൾക്ക് യുദ്ധത്തിന് സമ്മതി, അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇനി എങ്ങനെയും ചെയ്യാം എന്ന് വഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ. ആ ആയത്ത് വന്നതോടുകൂടി ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ എന്തായി? ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ മൻസൂഖ്. ഹാദാ മൻസൂഖുൻ ബി ആയത്തിൽ ഖിതാൽ, ഹാദാ മൻസൂഖുൻ ബി ആയത്തിൽ ഖിതാൽ എന്നിങ്ങനെ ഇബാറത്ത് കാണാം പലയിടത്തും. കണ്ട, ഇത് ആയത്തുൽ ഖിതാലോടുകൂടി ദുർബലമാക്കപ്പെട്ടു എന്നതുപോലെ ബഹുമാനപ്പെട്ട ജവാഹുൽ മാനിയിൽ ആദ്യകാലത്തെ നിയമം പറഞ്ഞത് പിന്നീട് എന്തായി? ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണിത്. കണ്ട, മനസ്സിലായില്ല? ഇതാണ് സംഭവം. അപ്പൊ ഒരു ചോദ്യമാണ്, ശരി, അങ്ങനെ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ മആനിയിൽ മആനിയുടെ നിലപാടിൽ നിന്നും മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവെന്ത്? അവന് മാന്യമായ ചോദ്യമാണല്ലോ, തെളിവ് പറയണ്ടേ? നമ്മളെ പ്രഖ്യാപനം പോലെ, നമ്മളെ മെനിഞ്ഞാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങ് പ്രഖ്യാപിക്കുക, തെളിവില്ലാതെ പ്രഖ്യാപനം. ഇവിടെ ഇരുട്ടിലാണ്, പ്രഖ്യാപനമാണ്. മതിയാ? അല്ലെ വെളിച്ചല്ല, ഇരുട്ടിലാണ്, തെളിവൊന്നും വേണ്ട. ഇങ്ങനെയാണ് ഇപ്പൊ നടക്കണ എല്ലാം പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനം മതി, അത് പോരല്ലോ, നമ്മൾ പറഞ്ഞതിന്റെ തെളിവ് വേണ്ടേ? അതാണ് ഇനി പറയാൻ പോകുന്നത്. വസബത, ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഹാഫിദ് തിജാനി തങ്ങൾ പറയുന്നു, വസബത റുജൂഉ ശൈഖ് അനിൽ അംരിൽ അവ്വൽ, ആദ്യത്തെ നിലപാടിൽ നിന്നും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മടങ്ങി എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇത് ആര് സ്ഥിരപ്പെട്ടു എന്ന് പറയണ? ഞാനോ നീയോ നമ്മളെപ്പോലുള്ള ഞാനൂലുകളോ അല്ല. ഇതാരാണ്? ഹുജ്ജത്തുൽ ഇസ്ലാമാണ്. പരിശുദ്ധ തിജാനിയത്തിലെ ഒരു വലിയ പണ്ഡിതരാണ്, മുഅത്തബറായ ആലിമാണ്. ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഫിദ് അത്തിജാനി. കുത്തുബെന്ന് പോലും അഭിപ്രായമുണ്ട്. ആ മഹാനാണ് പറയുന്നത്, വസബത, സ്ഥിരപ്പെട്ടു, റുജൂഉ ശൈഖി, ശൈഖ് റളിയല്ലാഹു അൻഹു മടങ്ങിയത്, അനിൽ അംരിൽ അവ്വൽ, ആദ്യത്തെ നിലപാടിൽ നിന്നും മടങ്ങിയത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വമന അസ്സിയാറ, സിയാറത്ത് മഹാനവർകൾ നിരോധിച്ചു. വസ്തമറ അലാ ദാലിക, ശരി, നിരോധിച്ചു. പിന്നീട് ശൈഖ് റളിയല്ലാഹു അൻഹു വീണ്ടും മാറി സിയാറത്തിന് അനുമതി കൊടുത്തു എന്ന് വന്നൂടെ? അങ്ങനെ ചിലർ ചോദിക്കും. ശരി, നമ്മൾ ഏതെങ്കിലും ഒരു തെളിവ് കൊടുത്താൽ എന്ത് പറയും? സമ്മതിച്ചു. ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യം നിന്നുള്ള നിലപാടിൽ മാറി മൊത്തത്തിൽ സിയാറത്തിനെ വിലക്കി. ഓക്കെ, വീണ്ടും മഹാനവർകൾക്ക് മടങ്ങിക്കൂടെ? സിയാറത്ത് സമ്മതിച്ചതായി. അപ്പോ നിങ്ങൾ പറഞ്ഞ തെളിവ് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാക്കിയിട്ട് പിന്നീട് മഹാൻ വീണ്ടും മടങ്ങിയിട്ടുണ്ടെങ്കിലോ ആ ബാബു മഹാൻ അടക്കുകയാണ്. ആര്? അങ്ങനെ പറയണ്ട. ആ മടങ്ങിയ നിലപാടിൽ തന്നെ മഹാൻ തുടർന്നു പോയി. അതിൽ തന്നെ തങ്ങൾ പിന്നെ നിലകൊണ്ട് പിന്നെ മാറ്റം വരുത്തിയിട്ടില്ല. കണ്ട, ആളുടെ ശ്രദ്ധിച്ചിട്ടാണ്. ഹത്ത, ഏതുവരെ? തറക അസ്ഹാബഹു സിഖാത്ത് അലൈഹി, തറക അസ്ഹാബഹു അസ്സിഖാത്ത് അലൈഹി. അതായത് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ അസ്ഹാബികളിൽ എങ്ങനെയുള്ള വിശ്വസ്തയോഗ്യരായ അസ്ഹാബികളെ ഈ നിലപാടിന്റെ മേൽ തങ്ങള് ശേഷിച്ചിട്ടാണ് തങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്ത്. അതേ നിലപാടിൽ തന്നെ പിന്നെ ആരും ഉണ്ടായിരുന്നു? മഹാന്റെ ശിഷ്യന്മാരും. അപ്പൊ 3 കാര്യങ്ങളാണ് മഹാൻ വാദിക്കണം. ഒന്ന്, ജവാഹുൽ മാനിയിലെ ആദ്യ വാദത്തിൽ നിന്ന് മഹാനവർകൾ മടങ്ങിയിട്ടുണ്ട്, ആ വാദത്തിൽ തന്നെ തുടർന്നു പോയെന്ന് കഴിഞ്ഞില്ല. ശിഷ്യന്മാരോടും ആ വാദത്തിൽ
ഇതെന്തിനാണ് പറഞ്ഞതെന്നറിയോ? വലിയ ചർച്ചയാണ് ഇതൊക്കെ. അതൊക്കെ പറയണം. ഞാൻ പറഞ്ഞുതരാം, സംഭവം പറയാം. ബഹുമാനപ്പെട്ട സയ്യിദി അഹമ്മദ് കാരണം ഇതൊക്കെ എവിടെയെന്നറിയാം, ഇതൊക്കെ പ്രശ്നം എന്തെന്നറിയാമോ? ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം സ്വന്തം ബുദ്ധിയാണ്. എന്താണ്? സ്വന്തം ബുദ്ധി വെച്ചിട്ട് ത്വരീഖത്തിനെ അളക്കുക. നമ്മളെ മുൻഗാമികളെ ബുദ്ധി അവർക്ക് പറ്റൂല, പ്രത്യേകിച്ചും വലിയ വലിയ മഹാത്മാക്കളാ. ഇവിടെ 3 പ്രശ്നമാണല്ലോ. ഒന്നാമത്തതിൽ നിന്നും മടങ്ങി, 2 അതിൽ നിന്ന് തന്നെ തുടർന്നു പോന്നു വഫാത്താവും വരെ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അഹമ്മദ് തിജാൻ തങ്ങളെ ചില മുരീദുമാർക്ക് ഒരു സംശയം, ഈ തങ്ങളെ നിലപാട് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമായിരിക്കൂലേ? തങ്ങൾ വഫാത്തായി പോകുന്നതോടുകൂടി, ഇപ്പൊ വഫാത്തായല്ലോ, ഇനിയിപ്പൊ നമുക്ക് അഹമ്മദ് തിജാൻ തങ്ങളെ കണ്ടുകൊണ്ട് ബന്ധപ്പെടാനുള്ള അവസരം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റൂലേ എന്ന് ചിലർ ധരിച്ചിരുന്നു. നല്ല ശ്രദ്ധിക്കുക. ഈ ദർസ് എല്ലാ ചോദ്യങ്ങൾക്കും നല്ല കൃത്യമായിട്ട് മഹാനവർകൾ പഴുതടച്ചിട്ടാണ് കാര്യങ്ങൾ പറയണത്. പോകണ്ട മോനെ. എന്താണ് ശ്രദ്ധിക്കുക? എന്തുകൊണ്ട് തങ്ങൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, സയ്യിദി അഹമ്മദ് തിജാൻ തങ്ങൾ വഫാത്തായ ശേഷം ചില മഹാത്മാക്കൾക്ക്, തിജാനത്തിൽപ്പെട്ട ചില മഹാത്മാക്കൾക്ക് ഒരു സംശയം. തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമായിരിക്കില്ലേ മൻ ഉസിയാറ, മറ്റൗലിയാക്കൾ സിയാറത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത്? തങ്ങളെ വഫാത്തായി പോകുന്നതോടുകൂടി പിന്നെ ആ പ്രശ്നം വരുമോ എന്ന് ചില ആൾക്കാർ ചിന്തിച്ചിരുന്നു. ചരിത്രത്തിൽ കാണാം അങ്ങനെ ഒരു മഹാൻ ചിന്തിച്ച്. അങ്ങനെ അവര് ഒരു വീടിന്റെ മുന്നിൽ നിന്നാണ് ഈ മഹാൻ ചിന്തിച്ചത്. പെട്ടെന്ന് ഒരു മഹാത്മാവ് കടന്നു വന്നില്ലേ, അവര് വന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാം? അതേ ഒറ്റ മുഖത്ത് നോക്കിയിട്ട് വേറെ സംസാരമൊന്നുമില്ല. അതായത് ഈ ഒരു തിജാനിയത്തിൽപ്പെട്ട ഒരു മഹാന് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹൃദയത്തിൽ വന്ന് അവരങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് ഒരു മഹാൻ കടന്നു കയറി വന്നിട്ട് പറഞ്ഞു, അതെ സയ്യിദി അഹമ്മദ് തിജാനി തങ്ങൾ വഫാത്തായിട്ടൊന്നുമില്ല, ആയിക്കഴിഞ്ഞാൽ പോയി സിയാറത്ത് ചെയ്യാന്നുള്ളതിന്റെ ചിന്തയില്ലേ, അതിന് മഹാനവർകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാൻ ആകെ പേടിച്ചു. കാരണം ഹൃദയത്തിൽ വന്ന സംശയത്തിന് അപ്പൊ തന്നെ മറുപടി. അപ്പൊ ഇങ്ങനെയും ചിന്തിച്ചവരുണ്ട്. അതിനാണ് മഹാൻ മറുപടി പറഞ്ഞത്, ഹത്താ തറക അസ്ഹാബഹു അസ്സിഖാത്ത് അലൈഹി. ആ നിലപാടിന്റെ മേല് അവലംബയോഗ്യരായ വിശ്വസ്തരായ തങ്ങളെ ശിഷ്യന്മാരെയും നിലനിർത്തിയിട്ടാണ് തങ്ങൾ പോയത്. അപ്പൊ ആദ്യത്തെ നിലപാടിൽ തങ്ങൾ മടങ്ങി, അതിൽ തന്നെ വഫാത്താകുവോളം തങ്ങൾ തുടർന്നു. മാത്രമല്ല ശിഷ്യന്മാരെയും അതിൽ നിലനിർത്തി. അപ്പൊ പിന്നെ ഇതെന്താ സംഭവിച്ചത്? ജവാഹിറുൽ മആനിയിൽ എന്തേ പിന്നെ അത് തിരുത്തു വരാത്തത്? ബാക്കി ശേഷിക്കുന്നത് അതല്ലേ, അത് തിരുത്തു വരാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ജവാഹിറുൽ മആനി സയ്യിദി അഹമ്മദ് തിജാനി തങ്ങൾ ഈ നിലപാടിൽ നിന്ന് മാറുന്നതിന് മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി പോയി. അതിനു മുന്നേ എത്രയോ വർഷം മുന്നേ ഇതിന്റെ രചന പൂർത്തിയാവുകയും ചെയ്തു. മഹാനവർകൾ വഫാത്താവുകയും ചെയ്തു. ആര്? ജവാഹിറുൽ മആനി എഴുതിയ ബഹുമാനപ്പെട്ട അൽ ഖലീഫത്തുൽ അക്ബർ അലി ഹറാസിമുൽ ബറാദ റളിയല്ലാഹു അൻഹു സയ്യിദി അഹമ്മദ് തിജാൻ തങ്ങൾക്കും വർഷങ്ങൾക്ക് മുന്നേ വഫാത്തായി പോയി ജവാഹിറുൽ മആനിയിട്ട്. അതാണ് തങ്ങൾ മടങ്ങിയ കാര്യം അതിൽ വരാത്തത്. എന്നാ പറയുന്നത്. വഖദ് ഫറഗ സാഹിബുൽ ജവാഹിർ, ജവാഹിറുൽ മആനിയുടെ സാഹിബായ അലി ഹറാസിം റളിയല്ലാഹു അൻഹു എന്തായി? രചനയിൽ നിന്നും പൂർത്തിയാക്കി പിരിഞ്ഞു. മിൻ തഅലീഫി, മഹാനവറുകളുടെ തഅലീഫിൽ നിന്നും ഖബ്ല വഫാത്തി ശൈഖ് റളിയല്ലാഹു അൻഹു, തങ്ങളെ വഫാത്തിന് മുന്നേ തന്നെ ജവാഹിറുൽ മആനിയുടെ രചന പൂർത്തിയാക്കിയിരുന്നു. വലാ ഖഫാഅ ഫീ അന്നഹു ഹദസത് അഹ്കാമുൻ ബഅദു ലം തുദവ്വൻ ഫിൽ ജവാഹിർ. അതായത് ജവാഹിറുൽ മആനിയിൽ ക്രോഡീകരിക്കപ്പെടാത്ത പല കാര്യങ്ങളും പിന്നീട് പല ഹുക്കുമുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്ര രഹസ്യമായ കാര്യമൊന്നും അല്ലല്ലോ. കാരണം ജവാഹിറുൽ മആനിയിൽ ക്രോഡീകരിക്കപ്പെടാത്ത എത്രയോ വിഷയങ്ങൾ പിന്നീട് തിജാനിയത്തിൽ സ്ഥിരപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അത് വദീഫ നിർബന്ധമായി, വദീഫേന്റെ
അതതുകളിൽ മാറ്റം വന്നു, വലിയ വദീഫേന്റെ സീഗയിൽ മാറ്റം വന്നു. കണ്ട, അതൊക്കെ ജവാഹിൽ മാനിയിലുണ്ടാ? ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടതല്ലേ? മഹാനവറുകളാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട്. മഹാനവറുകൾ അതിൽ തന്നെ തുടർന്നു. വിശ്വസ്ത യോഗ്യരായ ശിഷ്യന്മാരെ അതിൽ തന്നെ തുടർത്തി. പിന്നെ ജവാഹൽ മാനിയിൽ തിരുത്തു വരാത്തത് എന്തുകൊണ്ട്? മഹാനവറുകൾ രചന പൂർത്തീകരിച്ചിട്ട് വഫാത്തായി പോയി. ശേഷവും ആരുണ്ടായിരുന്നു? സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു. അതിനുശേഷമാണ് വിലക്ക് പരിപൂർണാവണത്, സിയാറത്തിന്റെ വിലക്ക്. ഓക്കെ, ഇനി അവസാനമായിട്ട് وقد ذكر المنع مطلقا في الجامع لسيدي محمد بن المشري. ബഹുമാനപ്പെട്ട അലി ഹറാസിൻ ബറാദ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ഉള്ള ഒരു വലിയ ഖലീഫയാണ് ആര്? മൗലായി മുഹമ്മദ് ബിൻ മഷ്രി തങ്ങള്. മഹാനവറുകളെ ജാമിയയില് സിയാറത്ത് മുത്തലക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ട, അല്ലദീ ഖലഫ സാഹിബൽ ജവാഹിർ ഫി സൂബത്തി സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു ثم توفي قبل الشيخ. ഈ മഹാൻ ജവാഹിറിന്റെ മുസന്നിഫായ അലി ഹറാസിൻ റളിയല്ലാഹു അൻഹുവിന് ശേഷവും തങ്ങളെ സഹവസിച്ചതാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ എന്തായത് മുത്തലക്കായ, അതായത് സിയാറത്ത് നിരുപാധികം തടഞ്ഞ കാര്യം ജാമിയയിൽ പറഞ്ഞത്. പക്ഷെ ഈ മഹാനും സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾക്ക് മുന്നേ വഫാത്തായി പോയി. ആര്? മുഹമ്മദ് ബിൻ മഷ്രി തങ്ങൾ. وكذلك ذكر المنع صاحب الإفادة. പിന്നെ അഹ്മദ് തിജാനി തങ്ങളെ മറ്റൊരു ശിഷ്യന്റെ കിതാബാണിത്. തയ്യിബ് സുഫിയാനി തങ്ങളെ, സയ്യിദിന തയ്യിബ് സുഫിയാനി തങ്ങളെ അൽ ഇഫാദത്തുൽ അഹ്മദിയ, അതിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത്? സിയാറത്ത് മൊത്തത്തിൽ തടഞ്ഞ വിഷയം. വകദാലിക, അപ്രകാരം തന്നെ മുത്തലക്കായ സിയാറത്ത് ദക്കറ പറഞ്ഞിട്ടുണ്ട്. മുത്തലക്കായി സിയാറത്തിന്റെ നിരോധനം മുത്തലക്കായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ആര്? സാഹിബുൽ ഇഫാദ, ഇഫാദത്തിന്റെ മുസ്ലിഫ്. അതാരാണ്? തയ്യിബ് സുഫിയാനി. ആശ ബാദഷി. ഈ മഹാൻ സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾക്ക് ശേഷവും ജീവിച്ചവരാണ്. ഇനി ഒരു പ്രധാനം ഇവിടെ വെച്ച് നിർത്തിയാണ്, ഇതും കൂടി പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ കാലം, ചരിത്രം ശ്രദ്ധിക്കാതെ. മഹാനവറുകള് ഫാസിലാണ് അഹ്മദ് തിജാനി തങ്ങളുള്ളത്. നമ്മൾ റബാത്തിന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ മിക്നാസ് എന്നൊരു സ്ഥലം കാണും. ഓക്കെ, എന്താണ് മിക്നാസ്? അവിടെ സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ കാലത്ത് തന്നെ എന്തായിട്ടുണ്ട്? ഒരു സാവിയ പണിതുയർത്തപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥാപിച്ച മഹാന്റെ പേരാണ് മുഹമ്മദ് ബൽ ഖാസിം അൽ ബസ്രി റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഖാസിം അൽ ബസ്രി. നല്ല ശ്രദ്ധിക്കുക, മുഹമ്മദ് ബിൻ ഖാസിം അൽ ബസ്രി. ഈ മഹാൻ സയ്യിദി അഹ്മദ് തിജാനി തങ്ങള് മുഖദ്ദം എന്ന് തങ്ങളെ പാവന നാവ് കൊണ്ട് വിളിച്ച ഏക വ്യക്തിത്വം ആരാണ്? ബഹുമാനപ്പെട്ട ബൽ ഖാസിം അൽ ബസ്രി തങ്ങളാണ്. നോക്ക്, ഞാൻ ജസ്റ്റ് എന്നത് വായിക്കാം. ഇത്ഹാഫിന്റെ 1-ാമത്തെ വാള്യം 363 ബഹുമാനപ്പെട്ട ഒരു ചരിത്രം ആര് കൊണ്ടുവരുന്നുണ്ട്? അല്ലാമ ഹജൂജി റളിയല്ലാഹു അൻഹു. ഇതിൽ മഹാൻ പറയുന്നു, വലം യുനാദി മൗലാന ശൈഖ് റളിയല്ലാഹു അൻഹു അഹദൻ ബിഇസ്മിൽ മുഖദ്ദം ഇല്ലാ ലഹു. കണ്ട, ഈ മഹാനെ അല്ലാതെ മുഖദ്ദം എന്ന പേരില് സയ്യിദി അഹ്മദ് തിജാനി തങ്ങള് മറ്റൊരാളെയും വിളിച്ചിട്ടില്ല. ആരെയല്ലാതെ? ഈ മുഹമ്മദ് ബിൻ ഖാസിം അൽ ബസ്രി റളിയല്ലാഹു അൻഹു. എവിടെയാണ് മഹാൻ? മിക്നാസിൽ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും നമ്മളെ സീദി ഹാരിസ് ഉസ്താനും ഒരു സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹാന് വലിയ ചരിത്രമാണ്, ഭയങ്കര ചരിത്രമാണ്. ഇവര് മിക്നാസിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. ആര്? തിജാനി ആവണതിന് മുന്നേ ചരിത്രം കേട്ടോണം. അങ്ങനെ മഹാനവർകള് വസാനിയ എന്ന് പറയുന്ന ത്വരീഖത്തിലായിരുന്നു മഹാൻ ഉണ്ടായിരുന്നത്. വസാനിയ എന്ന് പറയുന്ന ത്വരീഖത്തില്
അങ്ങനെ ഒരു ദിവസം മഹാൻ നോക്കുന്ന ഒരു വലിയ മഹാത്മാവ് മഹാൻ നിലകൊള്ളുന്ന പള്ളിയിൽ വന്ന്, അത് അവിടുത്തെ ഒരു ജാമ്യാണ്, ഒരു വലിയ ജുമാ മസ്ജിദ്, വലിയ ജുമാ മസ്ജിദ്. അവിടെയും നമ്മൾ പോയി സിയാറത്ത് ചെയ്ത് ഒരു വലിയ മഹാൻ. ആരാണ് ആ വലിയ മഹാൻ? സയ്യിദി അഹമ്മദ് തിജാനി തങ്ങൾ. എവിടെ നിന്ന് വരാണ്? ഫാസിൽ നിന്നും ഈ മഹാനെ കാണാൻ വേണ്ടി വരണം. എന്നിട്ട് സയ്യിദി അഹമ്മദ് തിജാനി തങ്ങൾ നേരെ മുഹമ്മദ് ബിൻ അബുൽ ഖാസിം അൽ ബസ്രി തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഞാൻ അഹമ്മദ് തിജാനി, ഇന്നാലിന്നവര്, ഞാൻ നിങ്ങളെ എൻ്റെ ത്വരീഖത്ത് നൽകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ ത്വരീഖത്ത് നൽകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ മഹാൻ അതവോടുകൂടി പറഞ്ഞ, സയ്യിദി, എനിക്ക് മറ്റൊരു ത്വരീഖത്തുണ്ട്, എനിക്ക് നിങ്ങളെ ത്വരീഖത്ത് ആവശ്യമില്ല. അഹമ്മദ് തിജാനി ഒന്നും പറഞ്ഞില്ല, തിരിച്ചങ്ങ് പോയി. പിന്നീട് ഒരു സംഭവം ഉണ്ടായി. ഒരു സംഭവം, അതിൽ മഹാനവർകൾക്ക് ആകെ വേദനയായി. എൻ്റെ അടുത്ത് ഈ സംഭവം ഉദ്ധരിച്ചത് ബഹുമാനപ്പെട്ട അവിടെയുള്ള സാവിയിലുള്ള മഹാത്മാക്കൾ. അവര് പറഞ്ഞത്, അന്ന് രാത്രി മഹാന്റെ ഷെയ്ഖ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞ്, ആരെയാണ് ഒഴിവാക്കി വിട്ടത്? ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ തങ്ങളെ കൈപിടിച്ചേനെ. ഇത് മഹാനക്ക് ആകെ വേദന. മഹാവേഗം തന്നെ എവിടേക്ക് ഓടി? ഫാസിലേക്ക് പോയി. എന്നങ്ങൾക്ക് അറിയണം, വർഷങ്ങൾക്ക് മുന്നേ ഒരു യാത്രയിൽ വെച്ച് മഹാനവർകൾ ഈ മുഹമ്മദ് ബിൻ ഖാസിം ബസ്രി തങ്ങൾ ഹജ്ജിനോ മറ്റോ പോയ സമയത്ത്, ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാൻ പോകും, അതൊക്കെ ഏതിലുണ്ട്? ഈ കിതാബിലുണ്ട്. ഏതില്? ബഹുമാനപ്പെട്ട ഇത്തിഹാഫില്. ഒരു അപകടത്തില് വീണപ്പോ മഹാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ചു തേടി ഇസ്തിഗാസ ചെയ്തപ്പോ കാണാത്ത ഒരു കൈ വന്നിട്ട് മഹാനെ പൊക്കിയെടുത്ത് ഒരു കൊല്ലം കൊണ്ടുവച്ചു. അപ്പൊ മഹാനവർകൾ ചിന്തിച്ചത്, ഇത് എൻ്റെ ഷെയ്ഖാണ് എന്നെ രക്ഷപ്പെട്ടത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ട, അഥവാ അതാണല്ല. ഇങ്ങനൊരു സംഭവം നടന്നു. വേറൊരു സംഭവം നടന്നു, വിശദീ ഞാൻ പിന്നീട് പറയാം. ചുരുക്കത്തില് മഹാനവർകൾക്ക് ഖേദമായി. ഇത്ര ഒരു വലിയ മഹാത്മാവ് വന്നിട്ട് ഞാൻ സ്വീകരിച്ചില്ലല്ലോ എന്ന് മഹാൻ വേഗം ഫാസിലേക്ക് പോയപ്പോ അഹമ്മദ് തിജാനി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഒരു പറഞ്ഞ്, അന്ന് അപകടത്തിൽപ്പെട്ടപ്പം രക്ഷിച്ചത് ഞാനല്ലേ, എന്നിട്ട് നീ അത് മറ്റൊരാളിലേക്ക് ചേർത്തി പറയുകയും ചെയ്ത് എന്ന് പറഞ്ഞ് മഹാൻ അവർക്ക് ത്വരീഖത്ത് കൊടുത്തു. ആ മഹാനാണ് ആര്? മുഹമ്മദ്, പേര് മറക്കല്ലേ, മുഹമ്മദ് ബിനിൽ. ഇവരെ മാത്രമാണ് മഹാനവർകള് എന്തായത്? നമ്മൾ ശ്രദ്ധിക്കണം, തിജാനിയത്ത് എങ്ങനെയാണ് ഈ ആലിമീങ്ങളൊക്കെ സ്വീകരിച്ചത്. അതായത് മക്കിനാസിലെ ഏറ്റവും വലിയ മഹാനാണ് ഇവര്. ആര്? ഈ മഹാനിൽ നിന്നാണ് മുഹമ്മദ് അറബി ഇബ്നു സാഇഹ് റളിയല്ലാഹു അൻഹു തിജാനിയത്ത് സ്വീകരിക്കുന്നത്. കുട്ടിയായിരുന്നപ്പോ, അതായത് ഉമ്മ എപ്പോഴും അറബി ഇബ്നു സാഇഹ് തങ്ങൾക്ക് പറയും, മോനെ, സ്വപ്നത്തിൽ കാണലൊന്നും അല്ല നബി തങ്ങളെ കാണലല്ല മഹത്വം, നേരിട്ട് കാണലാണ് സംഭവം. അങ്ങനെ ഈ മഹാൻ അത് നേരിട്ട് കാണണം. അങ്ങനെ വാപ്പ പറഞ്ഞു കൊടുത്തു. വാപ്പ വലിയാണ്. വാപ്പ ഒന്ന് സ്വപ്നത്തിൽ പറഞ്ഞു, നിനക്ക് അങ്ങനെ ബന്ധപ്പെടണോ, നീ ഇന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇരിപ്പുണ്ട്, അവിടേക്ക് പോയാൽ മതി. അങ്ങനെ അറബി ഇബ്നു സാഇഹ് റളിയല്ലാഹു അൻഹു വന്നപ്പം ഈ മസ്ജിദ് ജാമിയയില് കുറച്ച് തിജാനികൾ ഇരുന്ന് വദീഫ ചൊല്ലണം. അങ്ങനെ മഹാനവർകൾ അങ്ങനെയാണ് പോയി ത്വരീഖത്ത് സ്വീകരിക്കണത്. അത് അന്ന് സ്വീകരിച്ച മഹാനാര്? മുഹമ്മദ് ബിൻ ഖാസിം അൽ ബസ്രി റളിയല്ലാഹു അൻഹു. കണ്ട, ത്വരീഖത്ത് പഠനം കണ്ട എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്ക് എത്തുന്നത്. ആ മഹാൻ ആരാണ്? ഈ മഹാൻ ചിലർക്കാരല്ല. ഇവരെ എന്താ വിളിച്ചത്? ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞു. വഖാല സയ്യിദി മുഹമ്മദ് കന്നൂൻ. മുഹമ്മദ് കന്നൂൻ എന്നവർ ഫി റഫ്ഇൽ ഇതാബ്, ആ ഗ്രന്ഥം ഇവിടെ ഉണ്ട്. ഈ മുഹമ്മദ് കന്നൂൻ എന്ന് പറഞ്ഞാൽ അഹമ്മദ് സുക്കൈറിജി തങ്ങളെ ഉസ്താദ്. നമ്മൾ കന്നൂൻ തങ്ങളല്ല, അഹമ്മദ് സുക്കൈറിജി തങ്ങളെ ഉസ്താദും ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് ബിൻ അബുൽ ഖാസിം അൽ ബസ്രി തങ്ങളെ ശിഷ്യൻ, അറബി ഇബ്നു സാഇദ് തങ്ങളെ ശിഷ്യനാണ് ആര്? മുഹമ്മദ് കന്നൂൻ. ഇത് ആര് ഉസ്താദാണ്? അല്ലാമ ഹജൂജി തങ്ങളെ ഉസ്താദ് അവരാണ് മുഹമ്മദ് കന്നൂൻ.
മഹാനവർകൾ പറയുന്നു അവര് കിതാബ് റഫ്ഉൽ ഇത്താബിൽ വഖദ് റഅയ്തു ബിഖത്തിൽ മുഖദ്ദമി സയ്യിദി മുഹമ്മദ് ഇബ്നു ഖാസിം. കണ്ട, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് മുഹമ്മദ് ഇബ്നു ഖാസിം തങ്ങളെ കൈപ്പട. അവരാരാണ്? വഹുവ മിൻ അസ്ഹാബി സയ്യിദിനൽ അജില്ല. സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ ഏറ്റവും ഉന്നത അസ്ഹാബികളിൽപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? ഹാഫിദ് തിജാനി ഉന്നത അസ്ഹാബിയാണ്. ഞാൻ ചരിത്രം കേട്ടില്ലേ നിങ്ങൾ? എന്താ കണ്ടത്? തങ്ങൾ പറയണ അല നുസ്ഖത്തിൻ മിനൽ ജവാഹിർ, ജവാഹിറിന്റെ ഒരു പ്രതിയില് മഹാനവർകള് എഴുതിയതായി കണ്ട്. അതായത് പണ്ടത്തെ ആലിമീങ്ങളെ പ്രത്യേകത അറിയില്ലേ? അവർക്ക് ഏത് കിതാബിലും തഅലീഖ് ചെയ്യും. അവര് സൈഡിൽ ഇങ്ങനെ അവര് അഭിപ്രായങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. മനസ്സിലല്ലേ അബീബ്? അപ്പൊ അങ്ങനെ മഹാൻ പറയാണ്, ഞാൻ ജവാഹിറിന്റെ ഒരു പ്രതിയില് ഈ മുഹമ്മദ് ഇബ്നു ഖാസിം അൽ ബസ്രി റളിയല്ലാഹു അൻഹു എഴുതിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്താ എഴുതിയത്? അന്ന ശൈഖ റളിയല്ലാഹു അൻഹു റജഅ അമ്മാ കാന അദിന ഫീഹി മിൻ സിയാറത്തിൽ അംവാതി വനഹാ മുത്ലഖ. സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മടങ്ങി. അമ്മാ കാന അദിന ഫീഹി മിൻ സിയാറത്തിൽ അംവാതി, മരിച്ചവരെ സിയാറത്ത് ചെയ്യാമെന്ന് ജവാഹിറിൽ എഴുതിയിട്ടുള്ള ആ ഭാഗത്ത് മഹാൻ എഴുതിയാണ് എന്ത്? ഈ നിലപാടിൽ നിന്നും സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മടങ്ങിയിട്ടുണ്ട്. ആരിത് പറയുന്നത്? സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ മുഖദ്ദം എന്ന് വിളിച്ച ഏക മഹാൻ. ഇത് ഈ നിലപാട് തങ്ങൾ ആദ്യ കാലത്തായിരുന്നു. പിന്നെ മഹാനവർകൾ അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വനഹാ മുത്ലഖ, നിരുപാധികം സിയാറത്ത് തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇനി ജവാഹൽ മാനി പിടിക്കാൻ പറ്റുമോ? മൻസൂഹാണെന്ന് കിട്ടിയില്ല. ജവാഹൽ മാനിയിലെ ആ ഒരു ഭാഗം പിടിക്കാൻ പറ്റൂല. അത് മൻസൂഹായി എന്ന് ആരാ പറഞ്ഞത്? അസ്സിഖ. പോരെ ഹബീബ്? ഇത്ര വ്യക്തമാണ് വിഷയങ്ങൾ. അപ്പൊ ജവാഹൽ മാനിന്റെ വിഷയം നമുക്ക് മനസ്സിലായി. പോരെ? ഇൻഷാ അല്ലാഹ് ഇനിയുണ്ട്, കുറച്ച് ഭാഗങ്ങളും കൂടിയുണ്ട്. പഴുതടച്ച് മഹാൻ എല്ലാം പറയും. ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ പറയും, ലാസ്റ്റ് ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ കൽബ് എനിക്കറിയാം, ഞാൻ ഒരു നിലയ്ക്കും ആ മഹാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ച് മാത്രം എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും എന്ന് വാദിക്കണ വാദമുണ്ടല്ല, അതിനെ നല്ലതുപോലെ തൊട്ട് തലോടുന്നുണ്ട്. ആര്? ഹാഫിദ്. അത് വരും, അത് വരുന്നുണ്ട്, വിശദമായി വരും ഇൻഷാ അല്ലാഹ്. ഇന്നിപ്പോ ഇത്രയും മതി. അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ ആദ്യ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ പരിപൂർണമായിട്ട് തന്നെ തടഞ്ഞു. മരിച്ച ഒരു വിഷയം, വഫാത്തായ മഹാത്മാക്കളില് അവരെ അള്ളാഹുവിന്റെ വജീനെ കാംക്ഷിയാന്ന് അവരിന്ന് പ്രതീക്ഷിക്കാതെ സിയാറത്ത് ചെയ്യാന്ന് ആദ്യം തങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നീട് തങ്ങള് അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ജവാഹിറിൽ അത് കാണാത്തത് മഹാനവർകൾ നേരത്തെ വഫാത്തായി പോയതുകൊണ്ടാണ്. പക്ഷേ ജാമിയിൽ അതുണ്ട്, ഇഫാദയിലും അതുണ്ട്. ഇനി മാത്രമല്ല, മഹാനവർകളെ വലിയ മുഖദ്ദമായ മുഹമ്മദ് ഇബ്നു ഖാസിം അൽ ബസ്രി റളിയല്ലാഹു അൻഹു അവര് വളരെ വ്യക്തമായി ജവാഹിറിന്റെ തഅലീഖായി എഴുതിയിട്ടുണ്ട്. ഈ നിലപാടിൽ നിന്നും ജവാഹിറിൽ വന്ന ആ ഭാഗത്ത് മഹാനവർകൾ ഈ നിലപാടിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് എന്ന് വന്നു. അപ്പൊ അങ്ങനെ ആ വിഷയം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹിൽ ഖാതിം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.